ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് വാച്ചിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ബോട്ടിൻ്റെയാണ് വാച്ച്. ബോട്ട് അൾട്രാ പ്രൈം എന്നാണ് വാച്ചിൻ്റെ പേര്. നമുക്ക് ഡയറക്റ്റിൽ അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അങ്ങനെ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഞാനിത് മേടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇത് അൺബോക്സ് ചെയ്തില്ലായിരുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇത് അൺബോക്സ് ചെയ്യാൻ. ഏതായാലും അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് സാധനം എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ടിൻ്റെ അൾട്രാ പ്രൈം. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 1.3 ഡിസ്പ്ലേ ആണ്. അമോ LED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ പുറകെ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന്. ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, പിന്നെ മീഡിയ നോട്ടിഫിക്കേഷൻ ഉണ്ട്, SMS, ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജന്, അങ്ങനെയുള്ള നോർമലായിട്ട് കാണുന്ന എല്ലാ വാച്ചിലും കാണുന്ന അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ട്. നിങ്ങൾക്കത് പോസ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ IP68 വാട്ടർ റെസിസ്റ്റൻ്റാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനായിട്ടൊന്നുമില്ല. മ്യൂസിക്, ക്യാമറ കൺട്രോൾ എല്ലാ വാച്ചിലും ഉള്ള പോലെ തന്നെ. പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് എടുത്തു പറയാനില്ല. അപ്പം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്നുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത്, കാരണം വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സായിട്ടൊന്നുമില്ല. നമുക്ക് എല്ലാത്തിനകത്തും ഉള്ള പോലെ തന്നെ. അങ്ങനെ ഇതാണ് നമ്മുടെ മുതൽ. നമുക്കിനി വേണ്ടത്, ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞല്ലോ ഞാനിത് പൊട്ടിച്ചിട്ടില്ല. നമ്മളിത് മേടിച്ചേക്കുന്നത് ചെയിൻ്റെയാണ് മേടിച്ചേക്കുന്നത്. ചെയിൻ അല്ലാത്ത നമ്മുടെ സ്റ്റാഫ് വരുന്നുണ്ട്. നമ്മൾ മേടിച്ചേക്കുന്നത് ചെയിനാണ്. വാച്ചിലേക്ക് നമുക്ക് വരാം. ആദ്യം ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഒരു ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. ഇത് മാഗ്നറ്റാണ്. നമ്മുടെ വാച്ചിൻ്റെ പുറകിൽ ഉള്ള ഇതാണ്. എൻ്റെ പുറകിൽ, വാച്ചിൻ്റെ പുറകിലുണ്ട്. അത് കാണിച്ചു തരാം. പിന്നൊരു യൂസർ മാനുവൽ സ്കാൻ ചെയ്യാൻ, പിന്നെ വാറണ്ടി കാർഡ്, പിന്നെ ബോട്ടിന് കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തന്നെ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ വേറൊന്നും ഇല്ല നിലവിലും. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അമോലെഡ് ഡിസ്പ്ലേ. അതാണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു ഫീച്ചേഴ്സ് നിന്ന് തോന്നിക്കഴിഞ്ഞാൽ. നമുക്കറിയാം അമോലെഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. ഞാൻ നേരത്തെ ഒരു വാച്ച് മേടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർബോൾട്ടിൻ്റെയാണ് മേടിച്ചത്. പക്ഷേ അത് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനത്തിന് ഡിസ്പ്ലേ അങ്ങ് അടിച്ചു പോകും. അതാണ് നമുക്ക് എടുത്ത് പറയാൻ ഒരു മോശമായിട്ട് തോന്നുന്നത്. സംഭവം അടിപൊളിയായിരുന്നു വാച്ച്. കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ബോട്ടിൻ്റെ ഈ വാച്ച് കണ്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഇത് മേടിച്ചത്. അപ്പം നിങ്ങളെ ഞാൻ മേടിച്ചപ്പോൾ ഒന്ന് കാണിക്കണം എന്നെനിക്ക് തോന്നി. ഇത് ജസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഗൈസ്, നമുക്കിതാണ് ഓപ്പൺ ചെയ്യാം. ഓണാക്കാം. യെസ്, അങ്ങനെ ഓണായി. ഞാൻ സത്യം പറഞ്ഞാൽ ചാർജ് ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബോട്ട് അൾട്രാ പ്രൈം എന്ന് പറഞ്ഞ വാച്ച്. പക്ഷേ ഇതുണ്ടല്ലോ ലൈറ്റ് വെയിറ്റ് കേട്ടോ, ഒരു ശകലം പോലും വെയിറ്റ് ഇല്ല. അതാണ് എനിക്ക് വാച്ചിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയൊരു ഫീച്ചർ കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ വാച്ചാണെങ്കിൽ, അതായത് ഫയർ ബോൾട്ടിൻ്റെ അതായിരുന്നെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് അറിയുമായിരുന്നു. ഇത് നമ്മളെല്ലാ വാച്ചിലുള്ള സ്പോർട്സ് ഐറ്റങ്ങളും, ഒരു 100ഓളം മേളിൽ സ്പോർട്സ് ഐറ്റങ്ങളുണ്ട്.
ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വാച്ചിൻ്റെ കാര്യങ്ങളും നമുക്കറിയാം. ഇത് പിന്നെ ഇതാണ്ട് കോൾ ഫങ്ഷന്, സ്പോർട്സ്, റെക്കോർഡ്സ്, ആക്ടിവേഷൻ, ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ. സോറി, കാര്യങ്ങളൊക്കെ ഇതിൽ വർക്കാണ്. കോണ്ടാക്ട്സ്, പിന്നെ ഇതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ആപ്പുണ്ട്. ആപ്പ് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വാൾപേപ്പറും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാ വാച്ചിലും ഉള്ള ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. പറയത്തക്കതായിട്ട് ഒന്നും ഇതിനകത്തില്ല. പിന്നെ ബോട്ടിൻ്റെ കമ്പനിയായിട്ട് നമുക്കറിയാമല്ലോ, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെയാണ്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഇത് ലൈറ്റ് വെയിറ്റ് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ്, പറയാതിരിക്കാൻ വയ്യ, പക്ക കിട്ടും സാധനം. ആർക്കേലും മേടിക്കാൻ താല്പര്യമുണ്ട് ഫ്ലിപ്കാർട്ട്, ആമസോണിൽ. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞു, ഇത് ഈ ഓഫർ പ്രൈസിൽ മേടിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. നമുക്കിതിൻ്റെ സെറ്റിങ്സിലൊന്ന് പോയി നോക്കാം എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന്. സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സ് എടുക്കുന്നു. പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റിൽ കാണുന്ന ബ്രൈറ്റ്നൻസ് നമുക്ക് എത്ര വേണമെങ്കിലും വാച്ചിൻ്റെ അതനുസരിച്ച് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതേ കണ്ടോ, കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ തീംസ്, സിസ്റ്റം, മെനു, ഓൾവേസ് ഡിസ്പ്ലേ. അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, വാച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിലുള്ള പോലെ തന്നെ അതിങ്ങനെ വാച്ചിലിങ്ങനെ തെളിഞ്ഞിങ്ങനെ കിടക്കും. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത്. ഡേറ്റ് ആൻഡ് ടൈം, എബൌട്ട്, വാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. വാച്ചിലൊക്കെ നമുക്ക് കൂടുതലൊന്നും പറയാനും പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്ക് നോർമലായിട്ടുള്ള എല്ലാ വാച്ചിലുള്ളതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ സ്പോർട്സും മറ്റും ആക്ടിവേഷനൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ സെൻസറൊക്കെ വർക്ക് ചെയ്യുമെന്നൊക്കെ നമുക്കത് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഏകദേശമൊക്കെ വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അലാറം, മ്യൂസിക്, വെതർ, ക്യാമറയുടെ ഇത്, ഫൈൻ ഫോണ്, സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുണ്ട്. കാൽക്കുലേറ്റർ, കലണ്ടർ, ഒരുപാടുണ്ട്. നമുക്ക് ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കൂടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കൂടെ കാണിച്ചു തരാം. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് എൻ്റെ QR കോഡ്. ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മുടെ ഐഫോണിലാണ് ചെയ്യുന്നത്. ഐഫോണിൽ എടുക്കുക, സ്കാനർ എടുക്കുക, നേരെ സ്കാൻ ചെയ്യുക. ഡയറക്റ്റിൽ ആപ്പ് വന്നു, നേരെ ഡൗൺലോഡ് ചെയ്യുക. ഗൈസ്, അങ്ങനെ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. പെർമിഷന് കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണ്. വെരിഫിക്കേഷന് വേണ്ടി നമ്പർ അടിക്കുവാണ്. നമ്പർ പേഴ്സണൽ നമ്പർ അടിക്കുന്നതുകൊണ്ടാണ് ഇത് കാണിക്കാത്തത് കേട്ടോ. വേറൊന്നുമില്ല, നമ്മളൊരു നമ്പർ കൊടുക്കുക. അത് OTP വരാൻ വേണ്ടിയാണ് നമ്മളൊരു നമ്പർ ചെയ്തിട്ടൊരു നമ്പർ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും മെയിൽ ID-യുമായിട്ട് കണക്ട് ചെയ്യുക. ഗൈസ്, അങ്ങനെ ആപ്പ് ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ. ഇനി നമ്മുടെ വാച്ച് ഏതാണെന്ന് നോക്കുക. ഇതിൽ നമ്മുടെ വാച്ച് ഏതാണെന്ന് നോക്കിയിട്ട് അത് പെയർ ചെയ്യുക. ഇത് ബോട്ടിൻ്റെ എല്ലാ വാച്ച് ഇതിനകത്ത് നമുക്ക് കാണാം. പേരടിച്ചാൽ നമുക്കവിടെ കിട്ടും. നമ്മൾ മേടിച്ചേക്കുന്ന അൾട്രാ പ്രൈം ഇതാണ് മേടിച്ചേക്കുന്നത്. കണക്ട് ചെയ്യാം.
അങ്ങനെ നമ്മൾ പെയർ ചെയ്യുവാണ്. നമ്മൾ വാച്ചുമായിട്ട് സെർച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാച്ചിൻ്റെ കാണിച്ചിട്ടുണ്ട്. പെയർ കൊടുക്കുവാണ്. പെയറിങ് കൊടുക്കുക. അങ്ങനെ വാച്ച് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്നും ചെയ്യണ്ട, സ്കിപ്പ് അടിച്ച് വിട്ടാൽ മതി കേട്ടോ. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഇൻ്റർഫേസ്. നമ്മുടെ വാച്ച് കണക്റ്റ് ആയിട്ടുണ്ടോ, പിന്നെ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിങ് എത്ര ശതമാനമുണ്ട്, ടൈം, അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് നോക്കി തന്നെ അറിയാം, കണ്ടോ 60% ഉണ്ട് ചാർജിങ്, പിന്നെ എൻ്റെ ടൈം, ഇതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിലാണെങ്കിൽ നമുക്ക് വാച്ച്, നമുക്ക് ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ചേഞ്ച് വാച്ച് ഫേസ് ഇഷ്ടം പോലെ ഇതിൽ തന്നെ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ. തൽക്കാലം വേണമെങ്കിൽ ഒരെണ്ണം ഞാൻ തന്നെ ഇതിട്ട് കാണിച്ചു തരാം. വാച്ച് നിങ്ങൾക്ക് കാണാം. കണ്ടോ? ഇനി അതുമല്ല, നമുക്ക് നമ്മുടെ ഗാലറി കിടക്കുന്ന ആണ് ഫോട്ടോ ഇടണമെങ്കിൽ ഇത് ഞെക്കുക, ഗാലറി എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ലൈവായിട്ട് തന്നെ ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കണം, അതാക്കാം. ഗാലറി കിടക്കുന്ന ഒരു ഫോട്ടോ ജസ്റ്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോകും. സേവ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണും വാച്ചിൽ ഇതിങ്ങനെ അപ്ലോഡ് ആകുന്നു. പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട് കേട്ടോ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ടച്ചൊക്കെ ആണെങ്കിലും നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. നമ്മൾ നോർമൽ എല്ലാ വാച്ചിലും ചെയ്യുന്ന അതേ സെറ്റിങ്സ് തന്നെ, വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ. അതെ, അങ്ങനെ അതും ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം വാച്ചിൻ്റെ കൺട്രോൾസ്. ഇത് വാച്ച് നമുക്കിങ്ങനെ തിരിക്കുമ്പോഴും ഓൺ ആകാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഇത് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ എല്ലാത്തിനകത്തും കാണുന്ന പോലെ. പിന്നെ വാച്ചിൻ്റെ എബൌട്ട്, വേഷനൊക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷനൊക്കെ കാണിക്കുന്നത്. ഇതാണ് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ. ഇത് അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളും. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ താഴെയാണ്. ഇതാണ്ട് വാച്ച് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറഞ്ഞത്. സിസ്റ്റം സെറ്റിങ്സ്, ഇതാണ് ഇതിൻ്റെ മെയിൻ മെനു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ബ്ലൂടൂത്ത് ഇവിടെ കണക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കാണിക്കും. ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ വർക്കാവും. പിന്നെ പറയുന്നതാണെങ്കിൽ ഇതിൻ്റെ മേളിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഇത് വരുന്നത്. നമുക്കെല്ലാം മേളിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഡേറ്റ് ഒക്കെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് ഇതുണ്ട്, നമ്മുടെ സെറ്റിങ്സ്, നമ്മുടെ QR കോഡ്, ആപ്പിൻ്റെ QR കോഡ് സെറ്റ് ചെയ്യാനുള്ള, വെതറ്, കോള്, അലാറം, അങ്ങനെ എല്ലാ സാധനവും പറ്റും. പിന്നെ എനിക്ക് നോക്കിയിട്ട് ടച്ച് അത്ര അടിപൊളി, നല്ല സ്മൂത്താണ്. വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. സംഭവം അടിപൊളിയാണ്. അൺബോക്സിങ് നോക്കിയിട്ട് എനിക്കിതിനകത്ത് വേറെ വിഷയങ്ങളും കാണുന്നില്ല. പിന്നെ 2 ദിവസം യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റൂ. ഇതിനകത്ത് വാച്ചിന് ഈ സെറ്റിങ്സിനകത്ത് വേറെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട വേറെ സെറ്റിങ്സ് ഒന്നും ഇല്ല. ഇതിനകത്ത് തന്നെ നമുക്ക് എല്ലാം, നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ, പിന്നെ സ്പോർട്സിൻ്റെ, നമ്മൾ എന്തൊക്കെ നമ്മുടെ വാച്ചിനകത്ത് കണ്ടോ, അതായത് കണ്ടോ, ഇതൊക്കെ നമ്മുടെ വാച്ച് കിട്ടിയിട്ട് ഇതിൽ തന്നെ നമുക്ക് ഞെക്കിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കിട്ടും. എല്ലാ സാധനവും ഇതിൽ തന്നെ കിട്ടും, നമുക്ക് ആപ്പിൽ തന്നെ കിട്ടും. നമ്മൾ വാച്ചിൽ നോക്കേണ്ട കാര്യം വരുന്നില്ല. വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വാച്ചിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും. ഇതേ കണ്ടോ, ഇത് നമുക്ക് എല്ലാ ബോട്ടിൻ്റെ എല്ലാ
യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. പിന്നെ പറയാനുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ഇതാണ് നമ്മുടെ ചാർജർ വരുന്നത്. മാഗ്നറ്റ് ചാർജിങ് ആണ് ഇത്. നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്ററിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ചാർജ് ആകും. ഇത്രയേ ഉള്ളൂ. ഇത് നോർമലായിട്ട് വരുന്ന എല്ലാ വാച്ചിലും വരുന്ന ഒരു സംഭവം തന്നെയാണിത്. അത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഇത് നമ്മുടെ ഈ വാച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. സംഭവം ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംഭവം സ്മൂത്താണ്. എന്നുവെച്ചാൽ വർക്കിംഗ് എല്ലാം അടിപൊളി കിടിലനാണ്. ഇതേണ്ട ഞങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ സംഭവം അടിപൊളിയാണ്. സംഭവം ലൈറ്റ് വെയിറ്റ് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഈ വാച്ച് ആർക്കൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലുണ്ട്. ഇപ്പോൾ സെയിൽ നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു 2000 രൂപയ്ക്ക് ഈ സാധനം നമുക്ക് കിട്ടിയത്. അല്ലെങ്കിലുള്ളത് നമുക്ക് വരുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ ചെയിനുള്ള ടൈപ്പ് വരുവാണെങ്കിൽ 2500 രൂപ വില വരുന്നത്. ചെയിൻ ഇല്ലാത്ത ടൈപ്പ് ആണെങ്കിൽ, അതായത് സിലിക്കോൺ ടൈപ്പ് വരുന്ന സാധനത്തിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1800 രൂപയും കണ്ടാണ് ഓഫർ പ്രൈസ് വരുന്നത്. അല്ലാത്തപ്പോൾ 2000 രൂപയാണ് വരുന്നത്. ഓഫറുള്ള സമയത്ത് മാക്സിമം മേടിക്കാൻ എല്ലാവരും ശ്രമിക്കുക. പക്ഷേ വാച്ച് അടിപൊളി വാച്ചാണ്. നമ്മളെല്ലാം നോർമലായിട്ട് കാണുന്ന എല്ലാ വാച്ചിലുള്ള ഫീച്ചേഴ്സും ഇതിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് സംഭവം പൊളിയാണ്. നമ്മൾ HD ഡിസ്പ്ലേക്കാൾ ഇച്ചിരി ക്ലാരിറ്റിയാണ് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ബോട്ട്, ഇതിൻ്റെ പേര് ബോൾട്ട് അൾട്രാ പ്രൈമാണ് പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം മേടിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.